ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PYQ സീരീസ് ആണ് അല്ലേ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠന രീതി കുറേ പേർക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് കാര്യമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി എന്നാൽ കഴിയുന്നത്രയും മാക്സിമം ഞാനത് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇനി കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൂടാതെ നമ്മുടെ SCRT സീരീസ് അല്ലേ, യൂണിവേഴ്സിറ്റി LGSനും അതുപോലെ LGS മെയിൻസിനുമായിട്ടുള്ള LGS SCRT ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. അത് പറഞ്ഞ പോലെ തന്നെ 40 ദിവസത്തെ ചലഞ്ചാണ്. തീർച്ചയായിട്ടും അത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ടോപ്പിക് വൈസ് സിലബസ് വൈസായിട്ടുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നൊന്ന് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് ഈ ക്ലാസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് കരുതി ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കുകയാണ് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറേ ആയുള്ളൂ എന്നുള്ളൊരു സംശയമൊക്കെ കാണും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് ഒരുപാട് പറയുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ഭയങ്കര ലെങ്തി ആയി പോവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ 10ഉം 20ഉം 15ഉം ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. കാരണം അത്രയും കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോഴും ഒരു വിരസത ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരുന്നത്. ഓക്കെ. പക്ഷേ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് കഴിയണം അല്ലേ. നമുക്ക് ഒരുപാട് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത് എക്സാമിന് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ LGS പ്രിലിംസ് എക്സാംസൊക്കെ 80 ക്വസ്റ്റ്യൻസ് GK ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, 80 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അനുബന്ധ വിഷയങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നീങ്ങാം. കാരണം ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതേ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. ഓക്കെ. അപ്പം മറ്റുള്ള പോയിൻറ്റ്സ് നമ്മൾ അതിൽ കൂട്ടിച്ചേർത്തി പഠിക്കുന്നതായിരിക്കും. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇത് 10ാം ക്ലാസ്സിലെ പ്രിലിംസിൻ്റെ 4ാം ഘട്ട പരീക്ഷാ പേപ്പറാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 44ാം വയലാർ അവാർഡ് നേടിയതാര്? 44ാം വയലാർ അവാർഡ് നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്, വയലാർ അവാർഡ് ലഭിച്ചത്? 2020 ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കാവ്യ സമാഹാരത്തിന് ലഭിച്ച അവാർഡാണ് വയലാർ അവാർഡ്. 2020 ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കാവ്യ സമാഹാരത്തിന് ലഭിച്ച അവാർഡാണ് വയലാർ അവാർഡ്. മലയാള സാഹിത്യത്തിലെ മികച്ച കൃതിക്ക് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ്. ഓക്കെ. മികച്ച കൃതിക്ക് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ്. ഈ വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനം. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് ഏത്? ONV പുരസ്കാരം. ഇത് 2020 ലഭിച്ചത് ഡോക്ടർ M ലീലാവതിക്കാണ്. ആർക്കാണ്? ഡോക്ടർ M ലീലാവതി. ഓക്കെ. ഡോക്ടർ M ലീലാവതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 1978. ഓടക്കുഴൽ അവാർഡ് 1978 ലഭിച്ചു. 2008 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 2008 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1980 ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1980 ആർക്കാണ് ലഭിച്ചത്?
ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചു. അതുപോലെ 2010 ഇപ്പോഴാണ് 2010 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. 2010 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. നോക്കൂ, നിലവിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും കറണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലേ. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, എന്താ ഒരു 4ഉം 5ഉം അത് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ കൃതിയുടെ പ്രാധാന്യം നോക്കിയിട്ടൊക്കെ നമുക്കിപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ലഭിച്ച പുരസ്കാരം ഏതാണ്, വർഷം തന്നിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാഹിത്യകാരന്മാരെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളും വർഷവും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1998 എപ്പോഴാണ്? 1998 പുതുശ്ശേരി രാമചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 2005 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 2005. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരനാണ് ആരാണ്? വി മധുസൂദനൻ നായർ അല്ലേ. ആരാണ്? വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർക്ക് കുഞ്ഞുപിള്ള കവിതാ പുരസ്കാരം ലഭിച്ചത് 1986 കുഞ്ഞുപിള്ള കവിതാ പുരസ്കാരം. ഓക്കെ, കൃതി ഏതായിരുന്നു? നാറാണത്ത് ഭ്രാന്തൻ. ഏതായിരുന്നു? നാറാണത്ത് ഭ്രാന്തൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരമാണ് നാറാണത്ത് ഭ്രാന്തൻ. ഏത് വർഷമാണ് വി മധുസൂദനൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്? 1993. 1993. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏത്? നോക്കൂ, ആ തൊട്ട് മുൻപ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ച എന്താണ്? കൃതി ഏത്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏത്? ഏതാണ്? അച്ഛൻ പിറന്ന വീട്. ഏതാണ്? അച്ഛൻ പിറന്ന വീട്. വി മധുസൂദനൻ നായരുടെ കൃതിയാണ് ഏത്? അച്ഛൻ പിറന്ന വീട്. ഓക്കെ, ക്ലിയർ ആണോ? 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? നമുക്ക് 2019 ആർക്ക്? വി മധുസൂദനൻ നായർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന കൃതിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. ഏത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. എന്നാൽ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ആകസ്മികം. ഏതാണ്? ആകസ്മികം. അത് ആരുടെ കൃതിയാണ്? പ്രൊഫസർ ഓംചേരി NN പിള്ള. ഓംചേരി NN പിള്ളയുടെ കൃതിയാണ് ആകസ്മികം. അതിനാണ് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. എന്താണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി? ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരക പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമയാണ് ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2018 ഒക്ടോബർ 31 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? 2018 ഒക്ടോബർ 31. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ടിലെ സാധു ബൈറ്റ് ദ്വീപിലാണ്. ഏതാണ്? സർദാർ സരോവർ അണക്കെട്ടിലെ സാധു ബൈറ്റ് ദ്വീപിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എത്രയാണ്? 182 മീറ്റർ അല്ലേ. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. 182 മീറ്റർ ഉയരമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഉള്ളത്. അടിയാണെങ്കിലോ 597 അടിയാണ്.
ഉയരം എത്രയാണ്? 597 അടി. ഇതിൻ്റെ ശില്പി ആരാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി റാം വി സുധറാണ്. ആരാണ്? റാം വി സുധറാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനമേത്? 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അല്ലേ? ആന്ധ്രാപ്രദേശിലെ പ്രധാന ഭാഷ ഏതാണ്? തെലുങ്കാണ് അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക്. ആരാണ്? ഋഷി സുനക്. അടുത്ത ക്വസ്റ്റ്യൻ. ഏതിൻ്റെ ലഭ്യതയാണ് മനുഷ്യാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മനുഷ്യാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ എന്താണ്? ഇൻ്റർനെറ്റ് ലഭ്യത. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഏത് സംസ്ഥാനത്തെയാണ്? ഉത്തർപ്രദേശ് മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് കമൽ റാണി വരുൺ. ഉത്തർപ്രദേശിലെ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആദ്യത്തെ മന്ത്രിയാണ് കമൽ റാണി വരുൺ. ഓക്കെ, ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഗോവിന്ദ് വല്ലഭ് പന്ത് ആയിരുന്നു. ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ഗോവിന്ദ് വല്ലഭ് പന്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചരിവ് 23.5 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഗ്ലോബ് ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചരിവ് നമുക്ക് പറയുന്നത് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് രേഖയേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് രേഖയേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ അല്ലേ? 5.5 മണിക്കൂർ മുന്നിലാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയായ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് പട്ടണത്തിലൂടെയാണ്. പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് പട്ടണത്തിലൂടെയാണ്. എന്താണ് പ്രൈം മെറിഡിയൻ? 0 ഡിഗ്രി രേഖാംശ രേഖ. ഭൂമിയിലെ രേഖാംശ രേഖകളുടെ എണ്ണം 360. ഭൂമിയിലെ രേഖാംശ രേഖകളുടെ എണ്ണം 360. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറിഡിയൻ. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖ. അടുത്തടുത്ത 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ്. എത്രയാണ്? 4 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. ഇന്ത്യയുടെ ഉത്തര പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഏതാണ്? ഹിമാലയമാണ്. ഏതാണ്? ഹിമാലയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഇന്ത്യയിലെ പ്രധാന ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പ്രധാന ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി.
ഡെക്കാൻ പീഠഭൂമിയിലെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടി പ്രദേശം. എന്താണ് വൃഷ്ടി പ്രദേശം? ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ഗഗ്ഗാർ, ലൂണി എന്നിവ. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ്. ഏതാണ്? സത്ലജ്. ഏതിലൂടെയാണ് പ്രവേശിക്കുന്നത്? ഷിപ്കില ചുരത്തിലൂടെ പ്രവേശിക്കുന്ന നദിയാണ് ഏത്? സത്ലജ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രവി നദീതീരത്താണ്. എവിടെയാണ്? രവി നദീതീരത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം നമുക്കറിയാം, ഏതാണ്? മാർച്ച് ടു മെയ്. ഏതാണ്? മാർച്ച് ടു മെയ്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ 4ആയി തിരിച്ചിട്ടുണ്ട്: ഹേമന്തം, ശൈത്യം, വസന്തം, ഗ്രീഷ്മം എന്നിവ. ഹേമന്തം, ശൈത്യം, വസന്തം, ഗ്രീഷ്മം. ഏത് രീതിയിലാണ്? പരമ്പരാഗത ഋതുക്കൾ. പരമ്പരാഗത ഋതുക്കൾ. ഈ ഒരു വേർഡ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഏത് മണ്ണാണ്? എക്കൽ മണ്ണ്. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. പോയിന്റ് കാലിമർ, മുതുമലൈ വന്യജീവി സങ്കേതം, സത്യമംഗലം കടുവാ സങ്കേതം എന്നിവ തമിഴ്നാട്ടിലാണ്. ഏതൊക്കെയാണ്? പോയിന്റ് കാലിമർ, മുതുമലൈ, സത്യമംഗലം കടുവാ സങ്കേതം എന്നിവ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഗിണ്ടി, ഇന്ദിരാഗാന്ധി, പളനി, മുതുമലൈ, വേടന്താങ്കൽ എന്നിവയാണ് തമിഴ്നാട്ടിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ. ഗിണ്ടി, ഇന്ദിരാഗാന്ധി, പളനി, മുതുമലൈ, വേടന്താങ്കൽ എന്നിവയാണ് തമിഴ്നാട്ടിലെ ദേശീയോദ്യാനങ്ങൾ. വേടന്താങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോൾ തമിഴ്നാട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി എവിടെയാണ്? സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. എവിടെയാണ്? കോയമ്പത്തൂർ. 3 സംസ്ഥാനങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുതുമലൈ. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മുതുമലൈ. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് ഈ മുതുമലൈ വന്യജീവി ദേശീയോദ്യാനം അതിർത്തി പങ്കിടുന്നത്. അടുത്തത്, പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ലക്ഷദ്വീപ്. അപ്പോൾ ഇനി പക്ഷി സങ്കേതങ്ങളും സംസ്ഥാനവുമാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിറ്റി പക്ഷി സങ്കേതം ലക്ഷദ്വീപ്. പിറ്റി പക്ഷി സങ്കേതം ലക്ഷദ്വീപ്. മയാനി പക്ഷി സങ്കേതം മഹാരാഷ്ട്ര. മയാനി, മഹാരാഷ്ട്ര. സമസ്പൂർ പക്ഷി സങ്കേതം. സമസ്പൂർ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. ഭരത്പൂർ പക്ഷി സങ്കേതം കിയോലാദിയോ നാഷണൽ പാർക്ക്. പുലിക്കെട്ട്, കൊല്ലേരു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, മേലേപ്പാട്ട് പക്ഷി സങ്കേതം. പുലിക്കെട്ട്, കൊല്ലേരു, മേലേപ്പാട്ട് പക്ഷി സങ്കേതം എന്നിവ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നൽസരോവർ പക്ഷി സങ്കേതം ഗുജറാത്ത്. നൽസരോവർ പക്ഷി സങ്കേതം ഗുജറാത്ത്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാന. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാന. ഇത് PYQ ആണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലപ്പോൾ ദേശീയോദ്യാനങ്ങൾ എത്ര എണ്ണമാണുള്ളത്? ആകെ 104 ദേശീയോദ്യാനങ്ങളുണ്ട്. ദേശീയോദ്യാനങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമുണ്ട്. ഏതാണ്? പഞ്ചാബ്. പഞ്ചാബിൽ എന്തില്ല? ദേശീയ ഉദ്യാനങ്ങളില്ല. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്
ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു കേട്ടോ. എവിടെയായിരുന്നു? കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം എവിടെയായിരുന്നു? ഗോവയായിരുന്നു. ആദ്യ തലസ്ഥാനം കൊച്ചി, പിൽക്കാല തലസ്ഥാനം ഗോവയായിരുന്നു. എവിടെയായിരുന്നു? ഗോവ. നമുക്കറിയാം 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ണൂർ സന്ധി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. അതുപോലെ 1540 ഏതാണ്? 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? പൊന്നാനി സന്ധിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1857 കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള. 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിപായി ലഹള. ഈ ശിപായി ലഹള ആരംഭിച്ചത് എപ്പോഴാണ്? 1857 മെയ് 10 മീററ്റിൽ വെച്ചാണ് അല്ലേ. വിപ്ലവത്തിൻ്റെ ചിഹ്നം ഏതായിരുന്നു? താമരയും ചപ്പാത്തിയും. ഏതാണ്? താമരയും ചപ്പാത്തിയും. ഈ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ആരാണ്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എപ്പോഴാണ്? 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? സൈനിക തലവൻ ആരായിരുന്നു? കൊളിൻ ക്യാമ്പബെൽ. ആരായിരുന്നു? കൊളിൻ ക്യാമ്പബെൽ. അതുപോലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? ഈ 1857 വിപ്ലവത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വഡോദ്കർ. ആരാണ്? പ്രീതി ലത വഡോദ്കർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ നമ്മുടെ ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളുകളെ കുറിച്ച് പഠിക്കണം അല്ലേ. സ്ഥലവും നേതൃത്വം നൽകിയവരും. ലക്നൗവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലേ. ബഹദൂർ ഷാ സഫറും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ബീഹാറിൽ കൻവർ സിംഗ്. ബീഹാറിൽ കൻവർ സിംഗ്. ജഗദീഷ്പൂരിൽ കൻവർ സിംഗ്. അപ്പോൾ ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ് ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. ഫരീദാബാദ് മൗലവി അഹമ്മദുള്ള. ഫരീദാബാദ് മൗലവി അഹമ്മദുള്ള. ബറേലി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബഹദൂർ ഖാൻ ആണ്. ബറേലിയിലെ ഖാൻ ബഹദൂർ ഖാൻ. അസാമിൽ ആരാണ്? അസാമിൽ മണി റാം ദത്ത. ആരാണ്? മണി റാം ദത്ത. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് അല്ലേ. നമുക്കറിയാം ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അല്ലേ ഇദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയായ കൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി ദുരാചാരത്തെയും ശക്തമായി എതിർത്തു. ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാ റാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ് അല്ലേ. ഓക്കെ, രാജാ റാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബറാണ്. ഏതാണ്? മിറാത്തുൽ അക്ബർ. 1822 അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ഈ പത്രം ആരംഭിച്ചത്. ഏതാണ്? മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ. രാജാ റാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രഹ്മിക്കൽ മാഗസിൻ. എന്താണ്? ബ്രാഹ്മിക്കൽ മാഗസിൻ. 1821 കേട്ടോ.
അടുത്തത് രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്റാസൂചി. ബജ്റാസൂചി നാടകമാണ് ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. എന്താണ് പ്രമേയം? ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണിത്. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, ദ എസെൻഷ്യൽ റൈറ്റിംഗ്സ്, ആൻഡ് ആന്തോളജി, മഹാത്മാഗാന്ധി, ഗ്ലിംസസ് ഓഫ് ഓൾഡ് ഹിസ്റ്ററി. ഇതൊക്കെ ആരുടേതാണ്? നെഹ്റുവിൻ്റെ കൃതികളാണ്. അടുത്ത അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടാഗോറിൻ്റെ രചനകൾ നോക്കാം. ഗീതാഞ്ജലി, ജീവനസ്മൃതി, കാബൂളിവാല, പോസ്റ്റ് മാസ്റ്റർ, ഘോര, ചതുരംഗ എന്നിവ ആരുടെ കൃതികളാണ് ചോദിച്ചാൽ ടാഗോറിൻ്റേതാണ്. ആരുടേതാണ്? ടാഗോറിൻ്റേതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. 1946 സെപ്റ്റംബറിൽ നെഹ്റു ഇടക്കാല മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1952 ഏഷ്യയിൽ ആദ്യമായി ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ജനസംഖ്യാ നിയന്ത്രണത്തിനു വേണ്ടി രാജ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി എന്നിവയ്ക്ക് തുടക്കമിട്ടത് നെഹ്റുവാണ്. 1960 ജനുവരി 18 എറണാകുളത്ത് കേരളത്തിലെ പഞ്ചായത്തി രാജ് ഭരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തതും ആര് തന്നെയാണ്? നെഹ്റു തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നീൽ ദർപ്പൺ രചിച്ചതാര്? നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. ആരാണ്? ദീനബന്ധു മിത്ര. നീലം കർഷക സമരത്തെ ആധാരമാക്കിയാണ് ദീനബന്ധു മിത്ര നീൽ ദർപ്പൺ രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? കെ ആർ നാരായണൻ. ആരാണ്? കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത രാഷ്ട്രപതി. ഏറ്റവും കൂടിയ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി. കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത വ്യക്തി. കേരള നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കെ ആർ നാരായണൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി അഥവാ ഉദയഭൂമി. കെ ആർ നാരായണനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ടി എൻ ശേഷനാണ്. ആരാണ്? ടി എൻ ശേഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5. 1954 അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. 1962 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യുനെസ്കോയിൽ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയായി വർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് തന്നെയാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 അതായത് ഭാഗം 3 പ്രതിപാദിക്കുന്നത്. ഭാഗം 3
മൗലിക അവകാശങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 4A മൗലിക കടമകൾ. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9 പഞ്ചായത്തുകൾ. ഭാഗം 9A മുനിസിപ്പാലിറ്റികൾ. ഭാഗം 9A മുനിസിപ്പാലിറ്റികൾ. ഭാഗം 15 തെരഞ്ഞെടുപ്പ്. ഭാഗം 15 തെരഞ്ഞെടുപ്പ്. ഭാഗം 18 അടിയന്തരാവസ്ഥ. ഭാഗം 18 അടിയന്തരാവസ്ഥ. ഭാഗം 20 ഭരണഘടനയിലെ ഭേദഗതികൾ. ഭാഗം 20 ഭരണഘടനയിലെ ഭേദഗതികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. ആർട്ടിക്കിൾ 53 1 യൂണിയന്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം. ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യൽ. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വത്താവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്താവകാശം നിലവിൽ എന്ത് അവകാശമാണ്? സ്വത്താവകാശം നിലവിൽ നിയമ അവകാശമാണ്. എന്താണ്? നിയമ അവകാശമാണ്. 1978 44-ാം ഭേദഗതി അനുസരിച്ചാണ് സ്വത്താവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. അയിത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമമാണ്. ഈ സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955-ലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? അനുച്ഛേദം 352. അനുച്ഛേദം 352. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത് 1993 ഒക്ടോബർ 12 മുതലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അഥവാ 70 വയസ്സ്. 3 വർഷം അഥവാ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് മാനവ് അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്
ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. ആരാണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവ ഭവന്തു സുഖിന. സർവ ഭവന്തു സുഖിന എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? കേരളത്തിന്റെ വിസ്തീർണം എത്ര? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. കടൽ തീരത്തിന്റെ ദൂരം 580 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൂരം 580 കിലോമീറ്റർ. ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളം 13-ാം സ്ഥാനമാണുള്ളത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന് 13-ാം സ്ഥാനമാണുള്ളത്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. എത്ര കോർപ്പറേഷനാണ് കേരളത്തിൽ ആകെയുള്ളത്? 6 കോർപ്പറേഷൻ അല്ലേ. അതിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി. എവിടെയാണ്? ചിന്നാർ, ഇടുക്കി. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളാണ് നക്ഷത്ര ആമകൾ, ചാമ്പൽ മലയണ്ണാൻ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരി. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണ കാലാവസ്ഥാ മേഖല. വേനൽക്കാലം മാർച്ച് ടു മെയ് ആണ്. ഇടവപ്പാതി ജൂൺ ടു സെപ്റ്റംബർ. തുലാവർഷം ഒക്ടോബർ ടു നവംബർ. കേരളത്തിൽ 4 തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ. തുലാവർഷകാലത്ത് ലഭിക്കുന്ന മഴ 50 സെൻറ്റിമീറ്ററും ഇടവപ്പാതി കാലത്ത് 20 സെൻറ്റിമീറ്ററുമാണ് മഴ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്. എവിടെയാണ്? വയനാട്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ 12. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം. മയിലിനെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. 2007 മയിലിനെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം ചടയമംഗലത്താണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ശില്പി രാജീവ് അഞ്ചൽ. ആരാണ്? രാജീവ് അഞ്ചൽ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. ഒരു പ്രത്യേക സസ്യത്തെ സംരക്ഷിക്കാനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സങ്കേതമാണ് നീലക്കുറിഞ്ഞി ഉദ്യാനം. 2006 നിലവിൽ വന്നു. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രമാണ് നിരണം, പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. ആലപ്പുഴയിൽ സ്ഥാപിതമായത് 1859 ഡാറാസ് മെയിലിൻ്റെ സ്ഥാപകൻ ജെയിംസ് ഡാറ. കേരളത്തിലെ ആദ്യത്തെ സിനിമാ നിർമ്മാണശാലയായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെട്ടത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ, കൊല്ലം. കേരളത്തിലെ ആദ്യ സഹകരണ സംഘമാണ് ട്രാവൻകൂർ സെൻട്രൽ കോ ഓപ്പറേറ്റീവ്. കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം നിലവിൽ വന്നത് തിരുവനന്തപുരം 1943. കേരളത്തിലെ ആദ്യ ദേശീയപാത NH-47 നിലവിൽ NH-47 NH-544 എന്ന് അറിയപ്പെടുന്നു. NH-544. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ, കൊല്ലം. കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറിയാണ് വിഴിഞ്ഞം 1644. ഇന്ത്യയിൽ ആദ്യമായി ഈ തുറമുഖ സംവിധാനം നിലവിൽ വന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് പാലമാണ് കരമന പാലം 1900. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത പദ്ധതി ബ്രഹ്മപുരം. ഏതാണ്? ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ തീവണ്ടി സർവീസാണ് ബേപ്പൂർ ടു തിരൂർ 1861. കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റി മുളങ്കുന്നത്തുകാവ്. പത്മശ്രീ നേടിയ ആദ്യ മലയാളിയാണ് പ്രകാശ് ബെഞ്ചമിൻ. കേരളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. കേരളത്തിലെ ആദ്യ തുറമുഖം, അതായത് പ്രാചീന തുറമുഖം, മുസിരിസ്. കേരളത്തിലെ ആദ്യ സഹകരണ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ 1857. കേരളത്തിലെ ആദ്യ ലിമിറ്റഡ് കമ്പനി പുനലൂർ പേപ്പർ മിൽ. കേരളത്തിലെ ആദ്യ മലയാളം അച്ചടിശാല CMS കോട്ടയം. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. കേരളം. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ടൂറിസം ബോധവൽക്കരണ വർഷമായി ആചരിച്ചത് 1989. ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വിനോദസഞ്ചാര കേന്ദ്രമാണ് കേരളം. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ടൂറിസത്തിന്റെ സംഭാവന 9%. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം മൂന്നാർ. തെക്കൻ കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം മീൻമുട്ടി. കേരള ടൂറിസത്തിന്റെ പരസ്യവാചകമാണ് ഗോഡ്സ് ഓൺ കൺട്രി. KTDC അഥവാ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1975 ഒക്ടോബർ 4.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ പത്തനംതിട്ട, കൂത്തുങ്കൽ ഇടുക്കി, ഉള്ളുങ്കൽ പത്തനംതിട്ട. സ്വകാര്യ മേഖലയിൽ ഉള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ ഇടുക്കി. ഏറ്റവും വലുത് കൂത്തുങ്കൽ. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് നദിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കി. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കി. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം തൂതപ്പുഴ. കേരളത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം തൂതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി ടു ഡൊണ്ടി പോയിന്റ്. കൊച്ചി ടു ഡൊണ്ടി പോയിന്റ്. ഓക്കെ, ഈ 20 പോയിന്റ് എന്നുള്ളത് എവിടെയാണ്? മധുര, തമിഴ്നാട് ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന ഒരു എന്താ പറയുക, പ്രാദേശിക സ്ഥലങ്ങളുടെ പേര് പറയുമ്പം അത് എവിടെയാണ്, ഏത് സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതിയാവും. അടുത്തത് NH-66 പനവേൽ ടു കന്യാകുമാരി. പനവേൽ ടു കന്യാകുമാരി. ഏതാണ് പനവേൽ എന്ന് പറയുന്നത്? ബോംബെയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കൂടുതലുള്ളത് പനവേൽ ടു കന്യാകുമാരി NH-66 ആണ്. ഓക്കെ, അടുത്തത് NH-183 ഡിണ്ടിഗൽ ടു കൊട്ടാരക്കര. ഡിണ്ടിഗൽ ടു കൊട്ടാരക്കര. അടുത്തത് NH-544 സേലം ടു എറണാകുളം. ആദ്യത്തെ NH അല്ലേ. NH-47ൻ്റെ പുതിയ പേരാണ് NH-544. അടുത്ത NH-766 കോഴിക്കോട് ടു കൊല്ലേഗൽ എന്ന് പറയുന്ന സ്ഥലം. കോഴിക്കോട് ടു കൊല്ലേഗൽ. അടുത്ത NH-966 ഫറൂഖ് ടു പാലക്കാട്. 966. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ NH എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തായാലും ഒരു NH ചോദിക്കും അല്ലേ, എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപള്ളിക്കൂടം സ്ഥാപിച്ചു. എന്നാണ്? 1905 കുടിപള്ളിക്കൂടം അയ്യങ്കാളി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതാണ്? 90-ാം ആണ്ട് സമരം അല്ലേ. 1915 90-ാം ആണ്ട് സമരമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1911. 1911 തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ. തിരുവനന്തപുരത്ത് എവിടെയാണ്? കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ 1980 അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിസ്. ആരാണ്? ഇസ്രാ ഡേവിസ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാർ. അപ്പം അയ്യങ്കാളിയെ ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാർ. അയ്യങ്കാളിയുടെ പ്രധാന മുദ്രാവാക്യമാണ് വിദ്യയിലൂടെ ഔന്നത്യം നേടുക, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി. വില്ലുവണ്ടി സമരം ഏതാ വർഷം? 1893.
സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. അപ്പോൾ സാധുജന പരിപാലിനി ആരംഭിച്ചത് എപ്പോഴാണ്? 1913 സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂർ, ചിത്രകൂടം എവിടെയാണ്? വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ശവകുടീരം എന്നറിയപ്പെടുന്നത് പാഞ്ചജന്യം. ശവകുടീരം എന്നറിയപ്പെടുന്നത് പാഞ്ചജന്യമാരുടെ? അയ്യങ്കാളിയുടെ. അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശൂർ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശൂർ. തിരുവനന്തപുരം VJT ഹാൾ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി ഹാളാണ്. തിരുവനന്തപുരം VJT ഹാൾ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി ഹാളാണ്. അയ്യങ്കാളി അന്തരിച്ചത് എന്നാണ്? 1941 ജൂൺ 18. 1941 ജൂൺ 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം 1836 സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. തുടക്കം കുറിച്ച സ്ഥലം ചേറായിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആഢ്യന്മാർ വിളിച്ചിരുന്നത് പുലച്ചോലന്മാർ എന്നാണ്. മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആഢ്യന്മാർ വിളിച്ചിരുന്നത് പുലച്ചോലന്മാർ. പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൽ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് മിശ്രഭോജനമാണ്. ഏത് പേരിൽ അറിയപ്പെട്ടു? കോസ്മോപൊളിറ്റൽ ഡിന്നർ എന്നറിയപ്പെട്ടത് മിശ്രഭോജനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയതാര്? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവി. ആരാണ്? ആർ പാർവതി ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഗമാനന്ദ അന്തരിച്ചത് 1961. ആഗമാനന്ദൻ അന്തരിച്ചത് 1961. സ്വാമി ആഗമാനന്ദൻ ജനിച്ചത് 1896 ചവറ. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി. കാലടി ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് സ്വാമി ആഗമാനന്ദൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചു. കാലടി ബ്രഹ്മാനന്ദോദയം സ്കൂൾ സ്ഥാപിച്ചു. വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം എന്നീ കൃതികൾ രചിച്ചതും ആര് തന്നെയാണ്? ആഗമാനന്ദ സ്വാമി തന്നെയാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകം പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. അടുത്തത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20. ജനിച്ച സ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. 1856 ഓഗസ്റ്റ് 20. അന്തരിച്ചത് 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിസ്. അയ്യങ്കാളി സ്മാരകം, ചിത്രകൂടം. അടുത്ത ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രത്തിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. 1822 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന
കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. ആരെല്ലാം തമ്മിലാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിൽ. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മൻ. ആരാണ്? ആദിത്യവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ത്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗൊറില്ല യുദ്ധതന്ത്രമാണ്. പുരളിശമാൻ എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. ഇതിന്റെ ഭാഗമായി നടന്ന പനമരം കോട്ടയുദ്ധം നടന്ന വർഷം 1802. പഴശ്ശി കലാപത്തിനോട് അനുബന്ധിച്ച് നടന്ന പനമരം കോട്ടയുദ്ധം നടന്നത് 1802. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. പുരളിമല എവിടെയാണ്? കണ്ണൂരാണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ആരാണ്? ചിറക്കൽ രാജാവ്. ഒന്നാം പഴശ്ശി കലാപം കാലഘട്ടം 1793 മുതൽ 1797. 1793 to 1797. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്നതെന്ന്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണ് കുണ്ടറ വിളംബരം. കുറിച്യലഹള നടന്നത് 1812. കുറിച്യലഹള 1812. ചാന്നാർ ലഹള 1859. നായർ ഈഴവ ലഹള 1905. പുലയ ലഹള 1915. പെരുനാട് ലഹള 1915. മലബാർ കലാപം 1921. പൗരസമത്വ പ്രക്ഷോഭം 1919. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. ശുചീന്ദ്രം സത്യാഗ്രഹം 1926 ഫെബ്രുവരി 19. യാചനായാത്ര 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. നിവർത്തന പ്രക്ഷോഭം 1932. വൈദ്യുതി പ്രക്ഷോഭം 1936. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. കയ്യൂർ സമരം 1941 മാർച്ച് 28. മൊഴാറ സമരം 1940. പുന്നപ്ര വയലാർ സമരം 1946 ഒക്ടോബർ 24 to 27. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26. 1859 ജൂലൈ 26. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന സ്ഥലം കോട്ടാർ. നാഗർകോവിലിലെ കോട്ടാർ എന്ന പ്രദേശത്താണ് ചാന്നാർ ലഹള നടന്നത്. ആരംഭിച്ചത് 1859 ജനുവരി 4 ആരംഭിക്കുകയും 1859 ജൂലൈ 26 അവസാനിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം. ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാദ്വാരം. ശ്വസനനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. ശ്വാസകോശത്തിൽ വാതകവിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ആൽവിയോളകൾ. എന്താണ്? ആൽവിയോളകൾ. അടുത്ത ക്വസ്റ്റ്യൻ,
രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. ആരാണ്? വില്യം ഹാർവി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തത്തിലെ ഘടകങ്ങൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, ജലം എന്നിവയാണ്. രക്തമില്ലാത്ത കലയാണ് എപ്പിത്തീലിയം കല. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇരുമ്പ്. ശരീരകോശങ്ങളിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വിളർച്ച അഥവാ അനീമിയ. രക്തകോശങ്ങളുടെ നിർമ്മാണം അറിയപ്പെടുന്നത് ഹീമോപയോസിസ്. എന്താണ്? ഹീമോപയോസിസ്. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ. ഹീമോസയാനിൽ കാണപ്പെടുന്ന ലോഹമാണ് കോപ്പർ. രക്തത്തിലെ പ്രധാനപ്പെട്ട 3 തരം രക്താണുക്കളാണുള്ളത്. അരുണരക്താണു, ശ്വേതരക്താണു, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നത് തലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമനോളജി അഥവാ പ്ലൂറോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. ക്യാൻസറിനെക്കുറിച്ചുള്ള പഠനം ഓങ്കോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാവേ. അടുത്തത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. ഏതാണ്? ബയോട്ടിൻ. B7 ആണ് ബയോട്ടിൻ. അപ്പോൾ ജീവകങ്ങൾ നോക്കാം. ജീവകം B7 ആണ് ജീവകം H എന്ന പേരിൽ അറിയപ്പെടുന്നത്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റത്തനിക് ആസിഡ്, B6 പെരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. ആകെ 13 ജീവകങ്ങളാണുള്ളത്. 8 എണ്ണം ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25-നാണ്. 2015 ഓഗസ്റ്റ് 25. നോക്കൂ, ഈ സെഹദിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് 2015 ചോദിച്ച പദ്ധതികൾ തന്നെ ചോദിക്കുന്നത്. ഓക്കെ, ഈ സെഹദ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. സെഹദ് ആരംഭിച്ചത് എന്നാണ്? 2015 ഓഗസ്റ്റ് 25-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. എന്താണ്? DDT. അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. മാസ് തീരെ കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായിരിക്കും. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. അടുത്ത ക്വസ്റ്റ്യൻ. തോറിയത്തിന്റെ അയിര് ഏത്? തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. ഏതാണ്? മോണോസൈറ്റ്.
ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല, അയിരുകളല്ല. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, യുറേനിയത്തിന്റെ അയിര് പിച്ച് ബ്ലെൻഡ്, ടൈറ്റാനിയം ഇൽമനൈറ്റ്, സിങ്ക് കലാമിൻ, മെർക്കുറി സിന്നബാർ, ഇരുമ്പ് ഹെമറ്റൈറ്റ്, ടിന്ന് കാസറ്ററൈറ്റ്, കാൽസ്യം ജിപ്സം, ആന്റിമണി സ്റ്റിബ്നൈറ്റ്. ഒന്നുകൂടെ പറയാം: അലുമിനിയം ബോക്സൈറ്റ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, ടൈറ്റാനിയം ഇൽമനൈറ്റ്, സിങ്ക് കലാമിൻ, മെർക്കുറി സിന്നബാർ, ഇരുമ്പ് ഹെമറ്റൈറ്റ്, ടിന്ന് കാസറ്ററൈറ്റ്, കാൽസ്യം ജിപ്സം, ആന്റിമണി സ്റ്റിബ്നൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏത്? മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം. ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. എന്താണ്? നമ്മൾ വിവിധ തരത്തിലുള്ള ടോപ്പുകളാണ് എടുക്കുക അല്ലേ? ഒരേ നിറത്തിലാണോ? അല്ല. അപ്പോൾ ഒരേ ആറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് നമ്പറും അല്ലേ, പല മോഡലിലുള്ള അല്ലെ വ്യത്യസ്ത മാസ് നമ്പർ, അങ്ങനെ കണക്ട് ചെയ്തൊക്കെ പഠിക്കാം. വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. നമുക്ക് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ബാറാണ് അല്ലേ? അങ്ങോട്ട് എങ്ങനെയാണ് പോവുക? വളരെ നല്ല മാസമായിട്ടാണ് അല്ലേ ആൾക്കാർ പോവുക ബാറിലേക്ക്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അടുത്ത ക്വസ്റ്റ്യൻ: അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് മാത്രമേ വായിക്കുള്ളൂ അല്ലേ? ബാക്കി നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ആൻസർ കുത്തിയിട്ടുണ്ടാവും നൈട്രജൻ എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നൈട്രജൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഏത്? ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ: എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണമാണ് സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് നിർമ്മാണത്തിനായി സാധാരണ ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോട്ട് പ്രോസസ്സ്. എന്താണ്? ഹോട്ട് പ്രോസസ്സ്. ഹോട്ട് പ്രോസസ്സിൽ ഉൽപ്പന്നമായി ലഭിക്കുന്നത് ഗ്ലിസറോളാണ്. സോപ്പിലെ ഹൈഡ്രോ കാർബൺ ഭാഗം ലയിക്കുന്നത് എണ്ണയിലാണ്. സോപ്പിലെ അയോണിക ഭാഗം ലയിക്കുന്നത് ജലത്തിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അടുത്ത ക്വസ്റ്റ്യൻ: ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത്? ഊർജം അളക്കുന്ന യൂണിറ്റ് ജൂൾ. ഊർജം അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ആരാണ്? തോമസ് യങ് ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, കുറച്ച് യൂണിറ്റുകൾ പരിചയപ്പെടാം. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. മർദ്ദം പാസ്കൽ. പവർ വാട്ട്. ബലം ന്യൂട്ടൺ. ആവൃത്തി ഹെർട്സ്. ശബ്ദ തീവ്രത ഡെസിബൽ. കപ്പാസിറ്റൻസ് ഫാരഡ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. റെസിസ്റ്റൻസ് ഓം. വൈദ്യുത ചാർജ് കൂളോം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. യൂണിറ്റുകൾ: മർദ്ദത്തിൻ്റെ പാസ്കൽ, പവർ വാട്ട്, ബലം ന്യൂട്ടൺ, ആവൃത്തി ഹെർട്സ്, ശബ്ദ തീവ്രത ഡെസിബൽ, കപ്പാസിറ്റൻസ് ഫാരഡ്, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്, റെസിസ്റ്റൻസ് ഓം, വൈദ്യുത ചാർജ് കൂളോം. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് എന്താണ് അറിയപ്പെടുന്നത്? ബലം. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ പ്രയോഗിക്കപ്പെടുന്നതാണ് ബലം എന്നറിയപ്പെടുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു: സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും. മനുഷ്യനും മറ്റ് ജീവികളിലും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലമാണ് പേശീബലം. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. വോയേജർ 1 വിക്ഷേപിച്ചത് ആരാണ്? നാസയാണ്. നാസ സ്ഥാപിതമായത് 1958. കൂട്ടുകാരെ, അങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്